മനുഷ്യൻ്റെ ആയുസ് നീർത്തോടുകൾ പോലെ നിഴലുമായും പോലെയുള്ളതായ ആയുസ്സിൽ ദൈവത്തിൻ്റെ അനുമതിനെ അനുസരിച്ച് മനുഷ്യൻ മണ്ണിടിയുമ്പോൾ ദൈവത്തിൻ്റെ അനുമതിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ മുഖദർശനം, ദൈവത്തിൻ്റെ രക്ഷ പ്രാപിച്ച് മുമ്പോട്ട് നമ്മുടെ ജീവിതത്തിലെ മുഖങ്ങൾ വിനയായി ഭവിക്കും. ദൈവത്തിൻ്റെ സ്വത്തികൾ തിരുവചനങ്ങൾ ത്യജിച്ചിടുമ്പോൾ അതുകൊണ്ട് ജീവിതകൃത്യത്തിൽ അലയും എന്മനം കാരുണ്യനാഥനെ പുൽകിടുമ്പോൾ കനിവൻ്റെ നാഥൻ അലിവോടനിൽ ശാശ്വത സൗഭാഗ്യം പകർന്ന് അരുളി. കഥാവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന്
നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. 80ാമത് സ്വാതന്ത്ര്യദിനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മുഴുവനും സന്തോഷത്തോടും ആനന്ദത്തോടുമായിരിക്കുന്നതായ ഈ സായാഹ്നവേളയിൽ പല ജംഗ്ഷനുകളിൽ ഞങ്ങൾക്ക് കടന്നുപോയി സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ഓർപ്പിച്ച് നിത്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുവാനും സർവശക്തനായ ദൈവം ഇടയാക്കിയോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സായാഹ്ന സമയത്ത് ഇവിടെ ഫ്ലാറ്റിലും വീടുകളിലും ബിസിനസ്സുകളിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും അതുപോലെ തന്നെ വഴിയോരത്ത് ഇറങ്ങി നിന്നുകൊണ്ട് അല്പസമയം ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേഹബന്ധവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ ആദ്യമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് അല്പസമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്തായിരിക്കുന്ന വചനങ്ങളിൽ നിന്നും ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ഞങ്ങൾ ശ്രമപ്പെടുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുമായിരിക്കുന്ന ഇവിടെ അടുത്ത് തന്നെ ദീർഘവർഷങ്ങളായി ജനിച്ച് ജീവിച്ച് മുൻപോട്ട് ദീർഘനാളുകളിൽ ആയിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായിരിക്കുന്നതായ പ്രിയപ്പെട്ടതായിരിക്കുന്നതായ ആ ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന് ദൈവാവതരണത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനായി ശൈത്താനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്നത് അടക്കുന്നതും വരനുമാന ആപത്ത് കാലത്ത് കൂടെയിരിക്കും തുണയുമാന. വരുന്നത് അടക്കലവും വരനുമാന ആപത്ത് കാലത്ത് കൂടെയിരിക്കും തുണയുമാന. ഭൂമി നിലയെ മാറി മലകൾ നടുങ്ങിനാലും ഭൂമി നിലയെ മാറി മലകൾ നടുങ്ങിനാലും ഭയപ്പെടമാട്ടോ 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 ഭയപ്പെടമാട്ടോ. നിറങ്ങമത് അടക്കലവും ബലനുമാണ് ആപത്തു കാലത്ത് കൂടെയിരിക്കും തുണയുമാണ്. വളരെ വൈകിയ ഈ സമയത്ത് ഈ ദേശത്ത് ചിദംബരം ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും ഈ ദേശത്തോട് മാറ്റമില്ലാത്ത സുവിശേഷം ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാനും ഞങ്ങളെ 5 പേരെയും ദൈവം ഒരിക്കൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അവിടങ്ങളായ ഫ്ലാറ്റിൽ 2 ഫ്ലാറ്റുകളിൽ അതിൽ വസിക്കുന്ന ആൾക്കാരെയും ഈ തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റ് വീട്ടുകാരെയും കച്ചവടക്കാരെയും ദേശനിവാസികളെയും എല്ലാം ഞങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. നിങ്ങൾ ആ ഫോണിലൊക്കെ കുറച്ചു നേരം ആ ഫോൺ തോണ്ടാതെ കുറച്ചു നേരം ഈ ദൈവവചനം ഒന്ന് കേട്ടാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ഞാനിപ്പോൾ പാടിയ പാട്ട് 46-ാം സങ്കീർത്തനമാണ്. നിങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. അതേ ആ തമിഴ് പാട്ടാണ് ഇവിടെ പാടിയത്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കൊരറിയാം 80 വർഷം ആയി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനു മുമ്പ് സാഹിബിൻ്റെ കയ്യിലായിരുന്നു. അവിടുന്ന് പാവപ്പെട്ടവനായ ഗാന്ധിജി കഷ്ടമനുഭവിച്ച് താൻ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അത് മാനുഷികമായ കരമാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ കരത്തെക്കുറിച്ചാണ്. അതായത് ജീവനുള്ള ദൈവം ഉയരത്തിൽ വസിക്കുന്നു. മറ്റൊരുത്തരും നാം രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ നിങ്ങളുടെ വരപ്പിൽ ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം.
യേശുവിനോട് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് പറയാം. മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, മറ്റൊരു രാഷ്ട്രീയക്കാരൻ്റെ ആവശ്യമില്ല, മറ്റൊരു അയൽപക്കക്കാരൻ്റെ ആവശ്യമില്ല, മറ്റാരെയും നമ്മൾ കൂട്ടുപിടിക്കണം, നമ്മുടെ കുടുംബക്കാരുടെ ആവശ്യമില്ല. നമുക്കൊരാവശ്യം വന്നാൽ മുഴങ്കാല് മടക്കി ദൈവസന്നിധിയിൽ ദൈവത്തോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു വ്യക്തി നമ്മൾ അഭയാചന കഴിച്ചാൽ തീർച്ചയായും ദൈവം സ്വർഗത്തിൽ നിന്ന് മറുപടി അയക്കും, ദൂതനെ അയച്ച് മറുപടി അയക്കും. നമ്മളൊക്കെ ഇവിടെ താമസിക്കുമ്പോൾ നമുക്കറിയാം, ഏതായാലും 100 വയസ്സിന് മേളിലുള്ളവര് ഈ വട്ടത്തിലില്ല, കുറച്ചുകൂടെ മാറി 100 വയസ്സിന് മേളിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള അപ്പച്ചനുണ്ട്. ബാക്കിയുള്ളവരൊക്കെ 100 വയസ്സിന് താഴെയുള്ളവരാണ്. എന്തായാലും മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. ഏത് സമയത്തും ഏത് പ്രായത്തിലും എങ്ങനെ എവിടെ വെച്ച് നാം മരിക്കും. മരണത്തിന് ശേഷം എന്ത്? നമ്മൾ രണ്ടിടമേ ഉള്ളൂ, ഒന്ന് സ്വർഗം, ഒന്ന് നരകം. നരകത്തിൽ പോകണമെങ്കിൽ പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പോകുന്ന പോലെ തന്നെ അങ്ങ് പോയാൽ മതി. തെന്നുന്ന മലയെ കൊണ്ടുവന്ന് വെച്ച് പിശാചി കൈ അങ്ങ് വിടും. ഇതാണ് നരകത്തിലേക്ക് പോകാനുള്ള വഴി. എന്നാൽ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒറ്റയൊരു വഴി, യേശു എന്ന നാമം നമ്മുടെ വാ കൊണ്ട് ഏറ്റു പറയണം. നമ്മുടെ പാപങ്ങൾ, നാം ചെയ്ത പാപം, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപബോധം വരും. പാപബോധം വരുമ്പോഴാണ് നാം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത്. അതുവരെയും നമ്മുടെ ഹൃദയം കറപ്പായിരിക്കും, അല്ലെങ്കിൽ ഹൃദയം തടിച്ചിരിക്കും. അതായത് അങ്ങോട്ട് കയറി പോകാൻ പിശാചി യാതൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. ചില ജയിലുകളിൽ ചെന്ന് ആരെങ്കിലും കാണണമെങ്കിൽ അവിടുത്തെ ജയിലധികാരികളുടെ ഒത്താശ വേണം. അവർ സമ്മതിച്ചാലേ അവിടെ കിടക്കുന്നവരെ കാണാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി പിശാച് അവൻ്റെ സർവ്വവിധമായ തന്ത്രങ്ങൾ ഇറക്കും. അവൻ സ്നേഹത്തോടെ, അവൻ കറുത്ത കുപ്പായമിട്ട വ്യക്തിയല്ല, കണ്ണു മിഴിച്ച് മറ്റുള്ളവരെ പേടിപ്പിക്കുന്ന വ്യക്തിയല്ല. അവന് നമ്മളെപ്പോലെ തന്നെ സുമുഖനായ ഒരു വ്യക്തിയാണ്. അവൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിലിരിക്കണം. ദൈവവചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഏത് വ്യക്തികളെയും ഏത് കഠിന ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം. ഏത് സമയത്തിലും ദൈവത്തോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ഹൃദയം എനിക്ക് തരണമെങ്കിൽ നീ നിന്റെ വാതിൽ തുറക്കണം, ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കണം. വാതിൽ തുറന്നാൽ ഞാൻ നിന്നോട് കൂടെയും നീ എന്നോട് കൂടി അത്താഴം കഴിക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ വചനം പറയുന്ന പോലെ, ഇന്ന് പോൽക്കാൻ ആര് കർത്താവിനെ സ്വീകരിക്കുന്നു അവർക്ക് സ്വർഗമുണ്ട്. ഞങ്ങൾ പരസ്യ സ്ഥലത്ത് നിന്ന് പറയുന്ന എൻ്റെ കാര്യം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. നമ്മളെല്ലാം മരിക്കും. ഞാൻ നാളെ മരിക്കുമ്പോഴത്തേന് ഈ ദേശനിവാസികളൊക്കെ വരും. ചിലർ വന്ന് റീത്ത് വെക്കും, ചിലർ വന്ന് അയ്യോ കഷ്ടമായിപ്പോയി, ഇന്നലെ ഞങ്ങൾ ഷായിച്ചാനെ കണ്ടതാ, ഇന്നലെ ഞങ്ങൾ വർത്താനം പറഞ്ഞതാണ്. ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഭൂമിയിൽ വെച്ച് ഇങ്ങനെയുള്ള നല്ല സോഫ്റ്റ് വർത്താനങ്ങളൊക്കെ നമ്മൾ കേൾക്കും. ഞാൻ കണ്ണടച്ച് കിടക്കുകയല്ലേ, ഞാൻ ഇതൊന്നും അറിയുന്നില്ല. പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങി. 33 വർഷക്കാലം മുമ്പ് ഒരു കള്ളുകുടിയനായി, മയക്കുമരുന്നിന് അടിമയായി, ഒരു തകർന്ന കുടുംബമായി, ചീട്ട് കളിക്കാരനായി ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഈ കാണുന്ന ഈ സ്ലാബില്ലേ, ഈ സ്ലാബിൽ കഞ്ചാവ് അടിച്ച് ഇവിടെ വന്ന് രാത്രി കിടന്ന് ഉറങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം കണ്ടാലൊരു മാന്യനായിട്ടൊക്കെ തോന്നും. ഇങ്ങനെ പല മാന്യന്മാരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ എന്നാറിയോ, ഭാര്യ പറയുന്ന 2 എണ്ണം അടിക്കും. അവൾ പറയുന്നത് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ, പിന്നീട് ഒരു പെക്ക് കൂടുതൽ അടിക്കത്തില്ല, എനിക്ക് കൺട്രോൾ ഉണ്ടെന്ന് പറയും. ഈ മദ്യപാനത്തിൻ്റെ കാര്യം 1-2 കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. ഈ മദ്യപാനം ആരംഭിക്കുന്ന തമാശയ്ക്കാണ്. ആരോ കൊടുത്തു, കാശ് കൊടുത്താരും മദ്യപിച്ചതായിട്ട് എനിക്ക് ഇന്ന് വരെ അറിയില്ല. എന്നാൽ ഇത് പിടിച്ചോ, ഇത് കടിച്ചോളാൻ പറയും. അന്നേ ആദ്യം അന്ന് കഴിക്കുന്ന മുഖമൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ തലയൊക്കെ ഒന്ന് ചേടിച്ച്, ഭയങ്കര കയ്പാണ്. കഴിക്കുക, അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് ശരിയാകുമെന്ന് അടുത്ത് നിൽക്കുന്നവൻ പറയാം. അപ്പം എങ്ങനെയും ഒരുത്തരെ ഒന്ന് കുടിപ്പിക്കണം, എങ്ങനെയും അവനെ പാപത്തിലൊന്ന് ജീവിക്കണം, അതിന് വേണ്ടി അത് കുടിച്ചോളാൻ പറയും. ഒരെണ്ണം അടിച്ച് കഴിഞ്ഞപ്പോൾ അത് ചെറിയൊരു പിമ്പിരി വന്നു. പിമ്പിരി വന്നപ്പോൾ പിന്നെ ഒന്ന് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ഒരെണ്ണോടെ തരട്ടെ, ഏതായാലും വാ അറിയുന്നില്ലേ, തന്നേക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്, അവനത് മതി പൂസാകാൻ. ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഇവിടെ അറിയാം, ഇവിടെ ഈ മദ്യപാനത്തിൻ്റെ ലഹരിയുടെയൊക്കെ ഇടയിൽ വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂഫാൻ കാരണം എത്രയോ പേര് രക്ഷപ്പെടുന്നു. ഒരു വശത്ത് ഒരു സത്യമുണ്ട്, എന്നാൽ രക്ഷ അവരുടെ ഹൃദയത്തിലേക്ക് വരികയില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ രക്ഷ അവരുടെ ഹൃദയത്തിലേക്ക് വന്നാലേ അവർക്ക് മദ്യപാനം മാത്രമല്ല, പുകവലി മാത്രമല്ല, ചീട്ടുകളി മാത്രമല്ല,
മറ്റ് പാപസ്വഭാവങ്ങളെല്ലാം അക്കമിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റുന്ന യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഈ ചിദംബരം പടിയിൽ ഒരിക്കൽ കൂടി വരച്ചു കാട്ടുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതായത് കൊണ്ടാണ് പറഞ്ഞത്, ആ ഫോണെ തോന്നുന്ന ഒരു ശക്കര നേരത്തെ നിന്ന് നിർത്തി സ്വല്പനേരത്തിൽ നിന്ന് കേട്ടാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടാത്ത എല്ലാവരും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് ദൈവത്തിന്റെ വചനം പറയും. ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയ്ക്കോ സമൂഹത്തിനോ നമ്മുടെ ജാതിക്കോ ഒന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുടുംബക്കാരെന്ന് നമ്മൾ അറിഞ്ഞാലും നമുക്ക് പറ്റത്തില്ല. ഞാൻ ഈ ദേശത്ത് ഏറ്റവും നല്ല കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ്. എൻ്റെ അപ്പൻ ഇവിടെ അടുത്ത് തുരുത്തേൽ പാലം തുരുത്തേലയാണ്. എൻ്റെ അമ്മ കൂടുന്നത് പറങ്ങോട്ടയാണ്. ഞങ്ങൾ എർസലേം പള്ളിയും മങ്ങനം പള്ളിയായിട്ടൊക്കെ ജീവിച്ച. പക്ഷേ ഞാൻ ഈ പാപ സ്വഭാവത്തിൽ ഒരിക്കൽ വന്ന് വീണു. അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ മദ്യപാനം ആരംഭിച്ചു. ലക്കും ലഗാനുമില്ലാതെ കണ്ണും കാലും കാണാൻ മേല. ഞാനിപ്പോൾ പറഞ്ഞു, ഞങ്ങളെ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന അടുത്ത് ഒരു ആനയെ പണ്ടൊരു അവർ പനവരൊക്കെ അവർ ആ തൊണ്ടിക്കൂടെ പോകുമ്പോൾ ഞാൻ ഈ വരിക ഒറ്റയ്ക്ക് രാത്രി 1 മണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇപ്പോഴാണ് ഈ വണ്ടിയും വെള്ളവും ഈ ജനവും എല്ലാം ഇവിടെ ഓടുന്നത്. അന്ന് കളത്തിപ്പിടി വിട്ടാൽ ഇവിടെ ആ സമയത്ത് 1 മണി രാത്രിക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല. അങ്ങനെ ആ കഞ്ചാവിൻ്റെ ഇതിൽ വന്ന് തൊട്ടടുത്ത് വന്നപ്പോൾ ഒന്ന് മേലോട്ട് നോക്കിയപ്പോൾ ആനയാണ് ജീവിക്കുന്നത്. അതായത് ചലനമുള്ള ചത്തയാനയല്ല, ഒറിജിനൽ ആന. തൊട്ടാൽ ഒരു തട്ടും ഒരു ചവിട്ടും. അതോടുകൂടി സംഗതി തിരിയും. നമുക്കറിയാം, ഈയിടെ കോന്നിയിൽ ആനയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു പാപ്പാൻ, ചെറിയ പാപ്പാൻ, വലിയ പാപ്പാനല്ല, ചെറിയ പാപ്പാൻ ഏതോ ഇത് കണ്ട് അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ ആ തുമ്പിക്കയുടെ എവിടെയാണ് മുറിവുണ്ട്, അതിനെ തൊട്ടു. അതിന് വേദന എടുത്തപ്പോൾ അത് ചുരുട്ടി അവനെ ഒറ്റ അടിയടിച്ചു. അതോടുകൂടി അവൻ്റെ കാറ്റ് പോയി. പറയട്ടെ, ആനയ്ക്കോ ഈ ലോകത്തിൻ്റെ ആയ പൈശാചിയനോ ഒന്നും വിട്ടുകൊടുക്കാതെ എൻ്റെ ദൈവം എന്നെ അവിടുത്തെ ഉള്ളങ്കയിൽ വരച്ചു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദൈവ പൈതലെ, ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. ആർക്കും നിന്നെ പിടിക്കാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ തൊടുവാൻ പറ്റുകയില്ല. നീ ഒരു അത്ഭുത വിഷയമാണ്. ഇവിടെ മുഖ്യത 5 പേർക്കും പറയാനുണ്ട് ദൈവം ചെയ്ത നന്മകളെ. കേൾക്കുന്ന അനേകർക്ക്, ഇവിടെ എന്നെ കേൾക്കുന്ന അനേക വിശ്വാസികൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരെ എനിക്കറിയാം, വീടുകളിൽ താമസിക്കുന്നവരെ അറിയാം. അവരൊക്കെയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവ കൽപ്പന അനുസരിച്ചവരുണ്ട്. അപ്പോൾ അവരൊക്കെയും പറയും, ശരിയാ, ഞങ്ങൾക്കൂടെ അവിടെ വന്നിരുന്നത് പറയാൻ പറ്റും, പക്ഷെ ഇന്ന് പറ്റത്തില്ല. നിങ്ങൾ ഇനി പറഞ്ഞാൽ ഞങ്ങളെയും കൊണ്ട് ഞങ്ങളും പോകാം. എവിടെയെങ്കിലും പരസ്യസാക്ഷിയായി നിൽക്കുന്നത് നല്ലതാണ്. കാരണം കർത്താവ് ചോദിച്ചറിയുമ്പോൾ മരിച്ച് തിരികെ ചെന്ന് ദൈവസേനയിൽ ചെല്ലുമ്പോൾ നല്ല ദാസനെ നല്ല ദാസിയെ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ 3 പേര് അവിടെ ഇരിക്കുന്നു. ഒന്ന് പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവും. ഈ ത്രിയേക ദൈവമാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വെള്ളത്താൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഇത് 3 കൃപയുള്ളതാണെങ്കിൽ അവർ 3 പേരും സാക്ഷി പറയും. പച്ചക്കൊടി നാട്ട് എന്ന് പറയുന്ന പോലെ നാം ഇതിന് 3 അർഹരാണെങ്കിൽ ദൈവം നമ്മുടെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ അനയിക്കും. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുക. 1500 മൈൽ നീളം വീതി പൊക്കമുള്ള സ്വർണ്ണം പെരുവീതി. 1500 മൈൽ നീളം പൊക്കം വീതി എന്ന് പറഞ്ഞപ്പോൾ എവിടം വരെ പോകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബോംബെക്ക് അങ്ങപ്പുറം പോകും. അവിടെ മുഴുവൻ അതിനാണ് നമ്മൾ പാടുന്നത്. ഇപ്പം ഈ ക്രിസ്തീയ കീർത്തനത്തിൽ ഒരു പാട്ടുണ്ട്, രത്നങ്ങളല്ലോ നിൻ മതിൽ പൊന്നും മാണിക്യങ്ങൾ. രത്നങ്ങളാണ് മതിൽ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മുടെ കണ്ണെല്ലാം ഇതാവും. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അവിടെ ഒരിക്കലും മരണമില്ല, പല്ലുകടിയില്ല, പശിയില്ല, അവിടെ ദാഹമില്ല. അവിടെ സദാസമയവും ദൈവത്തെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതിന് വർഷങ്ങളല്ല, യുഗായുഗങ്ങൾ എന്നാ പറയുന്നത്. അന്തമില്ല, 1000 വർഷമല്ല, 10000 വർഷമല്ല, യുഗായുഗങ്ങൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്, സ്തുതിക്കുകയാണ്. ഇത്ര നല്ല ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് രാത്രികാലം ഇവിടെ വന്ന് ഈ പരസ്യയോഗം ഈ പരസ്യ സ്ഥലത്ത് വെക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ പ്രായം എത്രയായിക്കോട്ടെ, ചെറുപ്പമായിക്കോട്ടെ, യുവജനമായിക്കോട്ടെ, വാർദ്ധക്യമായിക്കോട്ടെ, ഏത് പ്രായത്തിലും മരിക്കാം, എപ്പോൾ വേണമെങ്കിലും മരിക്കാം, ഏത് രോഗം വന്ന് വേണമെങ്കിലും മരിക്കാം. എപ്പോൾ വേണമെങ്കിലും മരിച്ചാലും ഈ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ ഇന്ന് പകൽക്കാലം റോമർ 10:9 ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റുപറഞ്ഞ നീ രക്ഷിക്കപ്പെടും. നിന്റെ ഭാര്യ രക്ഷിക്കപ്പെടും, നിന്റെ മക്കൾ രക്ഷിക്കപ്പെടുന്നില്ല, നീ രക്ഷിക്കപ്പെടും. അതായത് ഇത് പേഴ്സണലായിട്ട് ഉള്ള ഇതാണ്. അതായത് ആര് പറയുന്നു ആ വ്യക്തിക്ക് ഉള്ളതാണ് ഇത്. ഇവിടെ നമുക്ക് താമസിക്കുമ്പോൾ നമുക്ക് ആധാർ കാർഡുണ്ട്, പഞ്ചായത്ത് അംഗമാണ്,
അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് ഇതുണ്ട്, എന്തും ആയിക്കോട്ടെ, പാസ്പോർട്ടുണ്ട്, മറ്റേ ഇവിടെയുള്ള എല്ലാ രേഖകളും ഉണ്ട്. ദൈവം ചോദിക്കുന്ന ഇതേ ഉള്ളൂ, രേഖ ഇത്രയേ ഉള്ളൂ. നിന്നെ ഞാൻ ഇത്ര വർഷം ഭൂമിയിൽ അയച്ചു, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു? ആ സമയത്ത് കൈവിടപ്പെട്ടവളായി നശിച്ചു പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഒരു പക്ഷേ നിന്റെ പേര് ദിവാകരൻ എന്നായിരിക്കാം, ഒരു പക്ഷേ നിന്റെ പേര് മജീദൻ എന്നായിരിക്കാം, ഒരു പക്ഷേ നിന്റെ പേര് പൗലോസ് എന്നായിരിക്കാം, ബാബു എന്നായിരിക്കാം, എന്തുമായിക്കോട്ടെ. ആരുടെയും പേരിലല്ല കാര്യം ഇരിക്കുന്നത്, എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ സമുദായമോ ഈ സഭയോ ഒന്നുമില്ല. അവിടെ വെച്ചാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ കൈവിടപ്പെട്ടവനായി നശിച്ചു പോകാതിരിക്കേണ്ടതിന് തോൽക്കാലം ഈ സന്ധ്യാസമിതികൾ വളരെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എൻ്റെ വാക്കുകളെ വിളിച്ചിരിക്കുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി 33.5 വർഷക്കാലം ഈ ലോകത്തിൽ നടന്നു. 93 ജനുവരി മാസം 6-ാം തീയതി രാത്രി 8:30 മണിക്ക് കൃപയാൽ എൻ്റെയും പേര് ജീവിത പുസ്തകത്തിൽ എഴുതപ്പെട്ടു. പുതുപ്പള്ളി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഇരുന്ന NGC കാരനോട് ചോദിച്ചു, എന്താ സാറേ ഇവർ പാട്ട് കേൾക്കാൻ വന്നാണ്? പാട്ട് കേൾക്കാനുള്ളൂ, പിന്നെ പോയി ഇവർ പറയുന്ന പോലെ മുങ്ങരുതെന്ന് പറഞ്ഞു. ഞാൻ മുങ്ങാൻ പറ്റും, ഞാൻ ഇത്ര വലിയ കുടുംബത്തിലെ ഞാൻ മുങ്ങാൻ പറ്റും. ഞാനിതെല്ലാം പറഞ്ഞ് കാറ്റിപ്പാറ്റുന്ന പതിർപ്പ് പോലെ അവിടെ ചേർന്നു, കുഞ്ഞാട് പോലെ അവിടെ ഇരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊട്ടു. അവിടെ വെച്ച് ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച് അവിടെ വെച്ച് ഞാൻ കീഴ്പ്പെടുകയാണ്. എൻ്റെ ഭാര്യയില്ല, മക്കളില്ല, എൻ്റെ സമുദായം, എൻ്റെ വിശ്വാസികളില്ല, എൻ്റെ കൂടെയുള്ളവരാരുമില്ല, കൂട്ടുകാരില്ല. ഇവിടെ ഞാൻ ഈ പറയുമ്പോൾ ഇവിടെ തൊട്ടടുത്തിരിക്കുന്നത് ചിലർക്കൊക്കെ അറിയാം എൻ്റെ കൂട്ടുകാരാരായിരുന്നതും എന്തായിരുന്നതും. അവരൊന്നും ഈ ഭൂമിയിൽ ഇപ്പം ഇല്ല. കൃപയാൽ അവിടെ വെച്ച് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. 93 ഫെബ്രുവരി മാസം 21-ാം തീയതി കർത്താവ് പരസ്യമായി ജലത്തിൽ സാക്ഷിച്ചു. 33 വർഷക്കാലമായി എൻ്റെ കർത്താവിനെ ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ദൈവം എന്നെ വിടുന്നെടുത്തെല്ലാം ലജ്ജ കൂടാതെ കർത്താവിൻ്റെ നാമം ഉയർത്തുവാൻ എന്നെയും കുടുംബത്തെയും ദൈവം അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം വലിയൊരു അഭിഷേകമാണ്. ഈ വലിയ ശക്തി വലിയൊരു ശക്തിയാണ്. ഈ കർത്താവിനെ ഏറ്റവും മുതലാണ് ഈ ഞാനൊരു നല്ല രീതിയിൽ ജീവിക്കുവാൻ തുടങ്ങിയത്, മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയായി ജീവിക്കുവാൻ തുടങ്ങിയത്. ഇതോ എൻ്റെ മോഹവും ഒഴിഞ്ഞതും ദൈവത്തിൽ ചെയ്തതും നിന്നേക്ക് നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്.